ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. 2026 നക്ഷത്രഫലം, ഇതില് മകം, പൂരം, ഉത്രം നക്ഷത്രം, ഈ 3 നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമ്മൾ നക്ഷത്രഫല വീഡിയോ, വർഷഫല വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന 4 ഗ്രഹങ്ങളാണ് വ്യാഴം, ശനി, രാഹു, കേതുക്കൾ. ഈ 4 ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസിങ് ചെയ്യുന്ന. ഈ 4 ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ഏറ്റക്കുറച്ചിൽ, ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റക്കുറച്ചിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2026 മകം നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. മകം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും 2026. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതും പുതുതായിട്ട് കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടാനും അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കുമുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വർഷമായിട്ടാണ് മകം നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാണുന്നത്. IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും വളരെ നല്ല തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ജോബ് പ്രൊമോഷൻസ് കാര്യങ്ങൾ, ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വർഷമാകും മകം നക്ഷത്രക്കാർക്ക് 2026. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വർഷമാകും. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നല്ല ജോലിയിൽ, പ്രത്യേകിച്ച് ഗൾഫിലോട്ടൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക്, അങ്ങനെ വിദേശത്തോട്ടൊക്കെ ട്രൈ ചെയ്യുന്ന ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നല്ല ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് മകം നക്ഷത്രക്കാർക്ക് 2026 കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നു. അതുപോലെ തന്നെ കുടുംബത്ത് സർപ്പസംബന്ധമായിട്ടുള്ള കാവോ അങ്ങനെയുള്ള വെച്ച ആരാധനയോ ഉപാസന കാര്യങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവര് ദൈവാധീനം, നിലവിലെ ദൈവാധീനം കവടി പ്രശ്നത്തിലൂടെ കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. കാരണം അത് നിമിത്തം നിങ്ങൾക്കൊരു തടസ്സം തീർച്ചയായിട്ടും ഉണ്ടാവരുത്. അതൊരു ദൈവികപരമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുക. കാര്യങ്ങളെല്ലാം ദൈവാധീനത്തോടു കൂടി നല്ല രീതിയിൽ മുൻപോട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും ദർശനം നടത്തുക. ഭദ്രകാളി ഗായത്രി മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഭദ്രകാളി മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ്. മകൻ നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സംഭാഷണം നിമിത്തം അങ്ങനെയുള്ള ശത്രു സ്ഥാനങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ചിലവുകൾ നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതകൾ പ്രോപ്പർ ബഡ്ജറ്റോടുകൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായി ശ്രദ്ധിക്കണം. ചെറിയ ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മകം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും 2026. ഹയർ സ്റ്റഡീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും കാര്യങ്ങൾ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ മുൻപോട്ട് പോകാൻ സാധിക്കുന്ന അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും 2026. അടുത്തത് പൂരം നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ 2026 ഫലം നമുക്ക് നോക്കാം. പൂരം നക്ഷത്രക്കാർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലമാണ് 2026 വരാൻ പോകുന്നത്. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഞാൻ നേരത്തെ മകം നക്ഷത്രക്കാർക്ക് പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രോപ്പർ ബഡ്ജറ്റിംഗ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് ബിസിനസിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് ആ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി മാത്രം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് നിമിത്തം ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത പൂരം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും പൂരം നക്ഷത്രക്കാർക്ക് 2026. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതായിരിക്കും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള ഒരു വർഷമാകും 2026 തുടക്കം. ഒരു ജൂൺ മാസം വരെ പൂരം നക്ഷത്രക്കാർക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു വർഷമാകും ആരോഗ്യപരമായി. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും. അതുപോലെ തന്നെ IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെറിയ തടസ്സം ജൂൺ മാസത്തിന് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത പൂരം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. തടസ്സം നീക്കുവാൻ വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുക. അതുപോലെ തന്നെ പരദേവതാ പ്രീതി കൂടി നേടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്.
വീട് പണിയുമായി ബന്ധപ്പെട്ട് പൂര നക്ഷത്രക്കാർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വർഷമാകും 2026. സംസാരം നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സംസാരം ആ ഒരു മിതത്വ ഭാവത്തിൽ, ആ ഒരു ലളിതമായ ഭാവത്തിൽ സംസാരിച്ചു പോവുകയാണെങ്കിൽ ആ തടസ്സം മാറ്റിയെടുക്കാൻ തീർച്ചയായും സാധിക്കുന്നതാണ്. ദാമ്പത്യപരമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു വർഷമാവും 2026. ഭാഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാവും. അടുത്തത് ഉത്രം നക്ഷത്രക്കാരുടെ അടുത്ത 2026 ഫലം നമുക്ക് നോക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ 2026 തുടക്കം കാണിക്കുന്നതാണ്. വിഘ്നേശ്വര പ്രീതി, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക, ഹനുമാൻ ചാലിസ ജപിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു പൂജ വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും, നരസിംഹ മന്ത്രങ്ങൾ ജപിക്കുന്നതും അങ്ങനെയുള്ള ശത്രു തടസ്സങ്ങളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ് ഉത്രം നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ നിലവിലുള്ള ജനന സമയത്തെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ രാശി ചിന്ത വെച്ചുകൊണ്ട് നിലവിലുള്ള തടസ്സങ്ങൾ കണ്ടെത്തി തീർച്ചയായിട്ടും പരിഹാരം ചെയ്ത് മുൻപോട്ട് പോകേണ്ടതാണ്. അങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് ഓൺലൈൻ കൺസൾട്ടിങ്ങിന്, കബഡി പ്രശ്ന പരിഹാരത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും എൻ്റെ ഡേറ്റും കാര്യങ്ങളും ഞാൻ തന്നെ റിപ്ലൈ തരുന്നതാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സങ്ങൾ നേരിടുമെങ്കിലും തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി ഔദ്യോഗികപരമായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വർഷമായിട്ടാണ് 2026 കാണിക്കുന്നത്. തുടക്കത്തിലെ ബുദ്ധിമുട്ടുകൾ മാറി വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യം കാണിക്കുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടം ഉത്തര നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. സംസാര നിമിത്തവും ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ദിവസവും ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ദേവിയെ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച് ഭദ്രകാളി മന്ത്രങ്ങൾ ജപിക്കുന്നതും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള, അങ്ങനെയുള്ള മടി കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിദ്യാഗോപാല അർച്ചന, അതുപോലെ തന്നെ സരസ്വതി ദേവി നിത്യവും പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ ഉത്തമമായിരിക്കും. അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്നതായിരിക്കും. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ 2026 തുടക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു മുൻപോട്ട് തന്നെ പോവുക. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വർഷമാകും ഉത്രം നക്ഷത്രക്കാർക്ക് 2026. ഇതാണ് 2026 മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരുടെ 2026 ഫലം. എൻ്റെ ആസ്ട്രോളജി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ അങ്ങനെ കൂടുതൽ ഉണ്ട് എന്ന് തോന്നുന്നവർ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പേര്, നക്ഷത്രവും ബുദ്ധിമുട്ടുകൾ എന്താണ് അതുകൂടി മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇതിന് ഫീസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നല്ല ഒരു വർഷം നേരുന്നു. നന്ദി, നമസ്കാരം.